നമസ്കാരം. ദ ടാരോട്ട് ഇൻസൈറ്റ് ജേർണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ബിന്ദു എന്നാണ്. ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പാർട്ട്ണറും തമ്മിലുള്ള ഫീലിംഗ് എന്താണ് എന്ന് നോക്കാം. ആദ്യത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് 3 ഓഫ് സോർഡ് എന്ന കാർഡാണ്. ഇവിടെ നിങ്ങൾ വളരെയധികം മാനസികമായി തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളിലുള്ള ആ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് യൂണിവേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ അലറി വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇത്. നിങ്ങൾക്കത് ആരെയും പറഞ്ഞ് ബോധിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രതീക്ഷയുടെ ആ വെളിച്ചം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇത്. നിങ്ങളുടെ ഹൃദയത്തിനെ തകർക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം നടന്നതായി കാണാം. ഒന്നല്ലെങ്കിൽ ഒരാളുടെ ലോസ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള പ്രശ്നത്തിൽ നിങ്ങൾ ഹൃദയം തുറന്ന് സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു എന്ന് മനസ്സിലാവുന്നു. ആ അവസ്ഥയ്ക്ക് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റാത്ത വിധം നിങ്ങൾ തകർന്നു പോയതാണ് ഈ കാണിക്കുന്നത്. ഈ സെപ്പറേഷനിൽ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ മനസ്സിന് ഇപ്പോഴും വളരെ ലോലമാണെന്നും അത് നിങ്ങളുടെ പാർട്ട്ണർക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്നതും കാണാം. നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജി നോക്കുകയാണെങ്കിൽ ആൾക്ക് നിങ്ങളോട് ഒരു വ്യക്തമായ സ്നേഹമുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. ആ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുമായി സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. പക്ഷേ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആൾ വളരെ പാടുപെട്ടതായിട്ടാണ് തോന്നുന്നത്. കാരണം ഈ റിലേഷൻഷിപ്പിൽ ആൾ മനസ്സ് തുറന്ന് സംസാരിക്കാത്തതും നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതുമാണ് കാരണം. ഈ കാരണം കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് നിന്ന് പോകാനുള്ള മെയിൻ കാരണമായി തോന്നുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഏത് വഴിക്കാണ് നീങ്ങേണ്ടത് എന്ന് അറിയാത്ത അവസ്ഥയിലാണ് പാർട്ട്ണർ നിൽക്കുന്നത്. കാരണം ആൾക്ക് ഈ പാർട്ട്ണറോട് മറ്റുള്ളവർ ശരിയായ ദിശയെ തിരഞ്ഞെടുക്കുവാൻ പറയുന്നുണ്ടെങ്കിൽ പോലും ആ ദിശയിലേക്ക് നീങ്ങാൻ പറ്റാണ്ട് വിധം ആരൊക്കെയോ ആളെ കൺട്രോൾ ചെയ്ത് പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം. ആ കൺട്രോള് ഒന്നല്ലെങ്കിൽ ആളുടെ ഫാമിലിയിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരിൽ നിന്നോ ഉള്ള ഒരു നെഗറ്റീവ് കാര്യങ്ങളാണ് ആളുടെ മൈൻഡിലുള്ളത്. ഇത്രയധികം സ്നേഹിച്ചിരുന്ന നിങ്ങളുമായിട്ട് ഈ റിലേഷൻഷിപ്പ് ബ്രോക്ക് ചെയ്യാൻ മെയിനായിട്ടുള്ള കാരണം കാണുന്നത് നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ കുറവാണ്. മനസ്സ് തുറന്ന് സംസാരിക്കാത്തതും കാര്യങ്ങളെ തുറന്നു പറയാത്ത കാര്യങ്ങൾ കൊണ്ടാണ് കാണുന്നത്. ഈ വ്യക്തി ചില അദൃശ്യ ശക്തികളുടെ വലയത്തിൽപ്പെട്ട് നിന്നുപോയതും ആ വലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വയം മനസ്സിനോട് ഫൈറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടുന്നതും കാണാം. ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആ വ്യക്തി സ്വയമായൊരു തീരുമാനമെടുക്കേണ്ട ഒരു കാരണം കാണുന്നുണ്ട്. അതല്ലാണ്ട് നിങ്ങളുടെ അടുത്തേക്ക് പാർട്ട്ണർ വരുവാൻ വളരെ ബുദ്ധിമുട്ട് ആണ്. കാരണം മനസ്സ് തുറന്ന് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും കാര്യത്തെ വ്യക്തമായി തുറന്ന് സംസാരം ഇല്ലായ്മയും ആ സ്നേഹം ഒരു സമയത്ത് പാളിപ്പോയതും ഇവിടെ കാണുവാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ പറ്റുന്ന പുതിയ അറിവുകളും അല്ലെങ്കിൽ പുതിയ അവസരങ്ങളും യൂണിവേഴ്സ് തുറന്നു വച്ചിരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് ഒരു പുതിയ വിദ്യാർത്ഥിയായി കാര്യങ്ങൾ അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട് എന്ന് കാണാം. ആ ക്യൂരിയോസിറ്റിയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ അവസരങ്ങൾ യൂണിവേഴ്സ് തുറന്നു വച്ചിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. അതിനുള്ള പുതിയ വിത്തുകൾ യൂണിവേഴ്സ് പാകിയിട്ടുള്ളതായും തോന്നുന്നു. ഈ വിത്തുകൾ നിങ്ങൾ വേണ്ട വിധത്തിൽ നനച്ച് വളവും ഇട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ
പാർട്ട്ണറുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥയിൽ നിങ്ങൾ പെട്ടുപോയ അവസ്ഥയാണ് കാണുന്നത്. നിങ്ങൾക്ക് കുറച്ച് മാജിക്കൽ പവറുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്ന് കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് കൊണ്ടുപോവുകയാണെങ്കിൽ യൂണിവേഴ്സിൽ നിന്ന് ഒരു ജസ്റ്റിസ് തന്നെ കിട്ടുവാൻ സാധ്യതയുണ്ട്. ഈ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഗുഡ് കർമ്മയുടെ ജസ്റ്റിസ് ആവാം. ഒരു വ്യക്തിയെ വേണ്ട വിധത്തിൽ തുറന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അയാൾ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം അയാൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയെ നമ്മൾ എപ്പോഴും അംഗീകരിക്കേണ്ടതാണ്. ചീത്തയെ മാത്രമേ നമ്മൾ വെറുക്കേണ്ടതുള്ളൂ. ആ നല്ല പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിക്ക് തീർച്ചയായും നല്ല ഒരു ജസ്റ്റിസ് ആണ് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ഡെക്കിൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ പേജ് ഓഫ് പെൻഡക്കിൾ, ഏസ് ഓഫ് വാണ്ട്, 6 ഓഫ് സോഡ് ഈ കാർഡുകളാണ് കിട്ടുന്നത്. ഇത് നിങ്ങളുടെ പുതിയ തുടക്കത്തിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങളെയെല്ലാം ഇവിടെ കുഴിച്ചു മൂടിക്കൊണ്ടായിരുന്നു നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നത് എന്ന് മനസ്സിലാവാൻ സാധിക്കുന്നു. ആ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്ന് ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളിൽ എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവുന്നത് കാണാം. ഈ പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് വരുന്നതും അത് പുതിയ അവസരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് കാണാം. 6 ഓഫ് സോഡ് എന്ന് പറഞ്ഞത് ഒരു പാസ്റ്റ് കണ്ടീഷനിൽ നിന്ന് നിങ്ങൾ മാറുന്നതാണ് കാണുന്നത്. ഈ കണ്ടീഷനിൽ നിന്ന് മാറി പുതിയ തുടക്കങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസരം തുറന്നു കൊടുക്കുവാനാണ് പറയുന്നത്. ഇതിന് ഒരു ക്ലാരിഫിക്കേഷൻ കൂടി നമുക്ക് എടുത്തു നോക്കാം. ജസ്റ്റിസ് എന്ന കാർഡിനും മജീഷ്യൻ എന്ന കാർഡിനും തീർച്ചയായും പാസ്റ്റിലുള്ള അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. ആ പാസ്റ്റിലുള്ള ഈ വിഷമം നിറഞ്ഞ സാഹചര്യത്തിൽ നിങ്ങൾ മാനസികമായി വളരെ തകർന്നു നിന്നിരുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ആ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇവിടെ പുതിയ വെളിച്ചത്തിനും സാധ്യതയ്ക്കുമുള്ള വാതിലുകൾ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. അത് കാണാതെ നിങ്ങൾ പുറത്തു പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്. ആ വാതിലുകൾ കണ്ടെത്തിയാൽ നിങ്ങൾക്കുള്ള സമൃദ്ധിയും വിശ്വാസവും ഈ ലോകത്ത് നേടിയെടുക്കാൻ പറ്റുമെന്നും നിങ്ങൾ തീർച്ചയായും ലോകത്തിൻ്റെ മുന്നിൽ തെളിയിക്കപ്പെടാനുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്നും പറയാം. നമ്മൾക്കുള്ള പാസ്റ്റിലുള്ള ചില ബാഡ് കർമ്മയുടെ എഫക്റ്റായിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ സ്റ്റക്ക് ചെയ്ത് നിൽക്കാണ്ട് മുന്നോട്ട് പോകുവാനുള്ള കാർഡുകൾ യൂണിവേഴ്സ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ കാർഡുകൾ ഇതുപോലെ അവസരങ്ങൾ നമ്മൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ തന്നെ നമ്മൾ ജീവിതത്തിൽ ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.